നമസ്കാരം. ഈ വരുന്ന ഡിസംബർ 10 ബുധനാഴ്ചയാണ് തിരുനാവായിലെ അയ്യപ്പൻ വിളക്ക്. അന്നേ ദിവസം 5:30 മണിക്ക് വിളക്ക് പന്തലിൽ വെച്ചിട്ട് മഹാഗണപതി ഹോമം നടത്തുന്നുണ്ട്. അതിൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ വന്നവർ തന്നെ കാർമ്മികരായിട്ട് അവർ തന്നെ ഹോമിക്കുന്ന ഒരു ചടങ്ങ്. ഗണപതി ഹോമം നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യാം. ഗണപതി ഹോമത്തെക്കുറിച്ചും അത് ചെയ്താൽ നമുക്ക് അനുഭവപ്പെടുന്ന ഓരോ ഫലങ്ങളെക്കുറിച്ചും ശബരിമല മുൻ മേൽശാന്തി സുധീർ നമ്പൂതിരി നമ്മളടുത്ത് സംസാരിക്കുന്നു. സ്വാമിയേ ശരണമയ്യപ്പ. ധ്യായേതുമാവതി രമാവതി ഭാഗ്യപുത്രം പേത്രോജ്വലക്കരതലം വസിധാഭിരാമം വിശ്വൈക വശ്യവപുഷം മൃഗയാ വിനോദം വാഞ്ചാനുരൂപഭരതം വരഭൂതനാഥം. ഏവർക്കും നമസ്കാരം. ഈ വരുന്ന ഡിസംബർ 10 തിരുനാവായ ദേശവിളക്ക് മഹോത്സവമാണല്ലോ. ഈ മഹോത്സവത്തിന്റെ ഭാഗമായി ഗണപതി ഹോമം, പടിപൂജ, അഷ്ടാഭിഷേകം എന്നിവ നടത്തപ്പെടുന്നു. ഗണപതി ഹോമത്തിന് വിശിഷ്യമായി എല്ലാ ഭക്തജനങ്ങളെയും കാർമ്മികരാക്കി ഓരോ ഭക്തജനങ്ങളെയും അവരുടെ കയ്യിൽ തെച്ചിപ്പൂവ്, നെല്ല്, മലര്, മുക്കുറ്റി, കറുക അങ്ങനെ ഓരോ ദ്രവ്യങ്ങളും ഏൽപ്പിച്ച് ശത്രുസംഹാര അല്ലെങ്കിൽ ദൃഷ്ടിപരമായ ദോഷങ്ങൾക്ക് പരിഹാരമായി തെച്ചിപ്പൂവ് തൃഷ്ടുപ്പ് മന്ത്രം ഹോമിച്ച് അവരെ കൊണ്ട് തന്നെ ഹോമം ചെയ്യുകയും മലര് അശ്വാരൂഢ മന്ത്രം കൊണ്ട് ഹോമം നടത്തി അവരെ കൊണ്ട് ഹോമിക്കുകയും ഉന്നതി, അഭിവൃദ്ധി ഇതിനെല്ലാം വേണ്ടിയിട്ടാണ് മലര് ഹോമിക്കുന്നത്. ധനധാന്യ രക്തസമൃദ്ധിക്ക് വേണ്ടി നെല്ലും വിവാഹാദി കാര്യങ്ങൾക്കും ദാമ്പത്യ സുഖം അനുഭവിക്കാനും മുക്കുറ്റിയും അങ്ങനെ എല്ലാ ദ്രവ്യങ്ങളും ഇത് ഭക്തജനങ്ങൾ നേരിട്ട് അവർക്ക് വേണ്ടി നടത്തപ്പെടുകയാണ്. ഈ ഒരു മഹാഭാഗ്യം, മഹാപുണ്യ അവസരത്തിലേക്ക് എല്ലാ ഭക്തജനങ്ങളും പങ്കുചേരുകയും ഇതിൽ ഓരോരുത്തരും അവനവന്റെ വകയായി ഒരു കുടുംബാദികളുടെ പേരിൽ ഇത് വഴിപാടാക്കി നടത്തുകയും ചെയ്യുക. ഈ മഹത് സന്നിധിയിലേക്ക് എത്തിച്ചേരുകയും ചെയ്യുക. എല്ലാവർക്കും വിഘ്നേശ്വരന്റെ അനുഗ്രഹങ്ങൾ ഉണ്ടാവട്ടെ. നന്ദി, നമസ്കാരം.